സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, വിജയ് ഇന്ന് കരൂര് വീണ്ടും സന്ദർശിക്കുകയാണ്. കരൂർ ദുരന്തം നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കൊക്കെ അദ്ദേഹം അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലിയൊക്കെ നൽകി. വിജയ് എന്ന മുഖ്യമന്ത്രി വീണ്ടും കരൂരിൽ എത്തുമ്പോൾ ഒന്ന് പറയാമോ സാർ? ഇന്നിപ്പം 11 മണി, ഇപ്പൊ അവരുടെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ നമ്മളിപ്പോ സംസാരിക്കുന്നത് കൊണ്ട് 11:10 11 മണിയോടുകൂടി തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന ആ ജില്ലാ ആസ്ഥാനത്ത് സംഭവം നടന്നതിനടുത്താണെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയ പന്തലൊരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 5000-ഓളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തലാണ്. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സെലക്ട് ചെയ്തപ്പെട്ട 5000 ആളുകൾക്ക് മാത്രമാണ് ഇന്നവിടെ ആ പ്രവേശനമുള്ളൂ. അവിടത്തേക്കാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എത്തുകയാണ്. ശ്രീ ജോസഫ് വിജയ് എത്തുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ QR വഴി പാസ് കൊടുത്തവരെ QR കോഡ് വഴി സ്കാൻ ചെയ്ത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. കൃത്യം 5000 പേരെ കയറ്റിവിടത്തുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതാണ്ട് 6000-ഓ 7000-ഓ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് 5000 പേർക്ക് കാവലിന് വേണ്ടിയിട്ട് 7000-ഓളം പോലീസുകാരെയും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, കരൂരിൽ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് വിജയ് എന്ന് പറയുന്ന TVKയുടെ സ്ഥാനാർത്ഥി നേതാവ് പ്രചരണത്തിന് എത്തുമ്പോൾ ഉണ്ടായ ദുരന്തം, ആ ദുരന്തമാണ് തമിഴ്നാട്ടുകാരെ ഇന്ന് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്, ഈ മോഡൽ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം വലിയ സിനിമ താരമാണ്, വളരെ പോപ്പുലറാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറും വില കൂടിയതുമായ താരവുമാണ്. ധാരാളം ആളുകൾ ചെറുപ്പക്കാരടക്കം കാറിലും മോട്ടോർ ബൈക്കുകളിലും മറ്റൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് വരികയാണ്. ഒരു വേദിയിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അടുത്ത വേദിയിലേക്ക് വരിക. ആ വേദി കാത്തു നിൽക്കുന്നവർക്ക് പുറമെ ഇങ്ങനെ വന്നാണ് ഈ കരൂരിലെത്തിയത്. കരൂരിലെത്തിയപ്പോ അവിടെ അന്ന് കഷ്ടിച്ചേണ്ട 5000-ഓ 6000-ഓ 7000 പേർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ സ്ഥലത്ത്, ആ സ്ഥലത്ത് ഏതാണ്ട് 50,000-ഓ 60,000-ഓ പേര് തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. തമിഴിന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒതുങ്ങി ഒരു സ്ഥലത്തേക്ക് അവർ മാറി നിൽക്കത്തില്ല. പ്രത്യേകിച്ച് സിനിമാ താരത്തെ പോലെ നേതാവിനെ കണ്ടു കഴിയുമ്പോൾ അവർ ചാടി അങ്ങ് ഇറങ്ങി, അല്ലേ? അദ്ദേഹത്തിന് കൈ കൊടുക്കാനും കൈയെ കയറി പിടിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങി. വിജയ് കാരവന്റെ മുകളിലാണ്. ഒരു കാരവന്റെ മുകളിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന്റെ നേരെ ചാടി എടുക്കുകയാണ്. കാരണം ഒരു സന്തോഷം, വിജയെ പോലുള്ള ആളിനെ, സ്ക്രീനിൽ കാണുന്ന ആളെ നേരിൽ കണ്ടതാണ്. ചുരുക്കത്തിൽ എന്ത് പറ്റി? ആ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളടക്കം 41 പേരാണ് മരിച്ചത്. വലിയ സംഭവമായിരുന്നു. DMK സർക്കാർ ഭരിക്കുന്ന കാലമാണ്. അവരെന്ത് ചെയ്തു? അവരെ ശരിക്കും അവിടെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് DMK സർക്കാരാണ്. അവരിതൊരു കേസാക്കി അങ്ങ് മാറ്റി. കാരണം തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്കകം തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അവിടെ. അപ്പൊ വിജയ്ക്കെതിരെ കിട്ടാവുന്ന ഒരു നല്ല ചാർജ് ഷീറ്റ് ആയതുകൊണ്ട് അവരത് കേസായിട്ട് മാറ്റി. വിജയ് പ്രതിസ്ഥാനത്ത് വന്നിട്ട് ചാർജ് ഷീറ്റും ഫയൽ ചെയ്തപ്പെട്ടു. സുപ്രീം കോടതി കേസ് കിടക്കുകയാണ്. ആ 41 പേരെ വിജയ് കുറച്ചു കാലത്തേക്ക് പറഞ്ഞില്ലയോ, അദ്ദേഹത്തിന്റെ സ്വന്തം ചെന്നൈയിലെ വീട്ടിലേക്ക് പോയി. പിന്നീടാണ് അവിടെ എത്തുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയായ ശേഷം തനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, തന്നെ കാണാൻ വേണ്ടി വന്ന് തന്റെ ആരാധകരായ 41 പേരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവർക്ക് വലിയ കോമ്പൻസേഷൻ കൊടുത്തു. അതിനുശേഷം ഇപ്പൊ മുഖ്യമന്ത്രിയായ ശേഷമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇതിനകത്തിലെ 32 പേര് സർക്കാർ ജോലിക്ക് അർഹരാണ്. ഈ 41 പേര് മരിച്ചവരുടെ കുടുംബങ്ങളിൽ അവകാശികൾ 32 പേരുണ്ട്. ഈ 32 പേർക്കും ഇന്ന് അദ്ദേഹം ജോബ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. തൊഴിൽ രേഖ അവർക്ക് സർക്കാർ ജോലി കൊടുത്തുള്ള ഉത്തരവ് ഇന്ന് കൈമാറുകയാണ്. ആ ചടങ്ങാണ് ഇപ്പൊ കരൂരി നടക്കുന്നത്. അതിനെ പങ്കെടുക്കാൻ അദ്ദേഹം വരുന്നുണ്ട്. എങ്ങനെയാണ്? അതും പ്രത്യേക രീതിയാണ്. അവിടെ വേറെ സ്റ്റേജും കാര്യങ്ങളൊന്നുമില്ല. പഴയതുപോലെ തന്നെ പരൂര ദുരന്തം ഉണ്ടായപ്പോൾ വലിയൊരു കാരവൻ വരുന്നുണ്ട്. ഒരു കാരവൻ, അദ്ദേഹത്തിന്റെ ചിത്രം, 4 വശത്തും ചിത്രങ്ങൾ പതിച്ച ഒരു കാരവൻ, അതിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് പഴയ സംഭവത്തിന്റെ ഒരു തനി ആവർത്തനവും കരൂരിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ്. പക്ഷെ ക്രൗഡിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. 5000 പേരെ വരുന്നുള്ളൂ. ഏതാണ്ട് 6000-ഓ 6500 പോലീസുകാരും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇന്ന് അദ്ദേഹം ഈ പറഞ്ഞ ഒരു അനുമതി കൊടുക്കുകയാണ്. ആ ബന്ധുക്കളെല്ലാം വിളിച്ചിട്ടുണ്ട്. 32 പേരുടെ ബന്ധുക്കളെയും വിളിപ്പിച്ചിട്ടുണ്ട്. 32 പേരും മറ്റ് 41 പേരുണ്ട്. മറ്റവർക്ക് ജോലി ആണെന്ന് എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. വലിയ രംഗങ്ങളായിരിക്കും. തമിഴ് സിനിമയെ വെല്ലുന്നല്ലേ?
കണ്ണീര് അതെ അല്ലേ, അതെ, കണ്ണീരിന്റേതായ വലിയ ഇമോഷണൽ കണ്ണീർ പ്രളയം ഇമോഷണൽ ഉണ്ടാകും. ബന്ധുക്കളെ ഇമോഷണൽ മരിച്ചുപോയത് രംഗങ്ങളായിരിക്കാം. അതെ ഇമോഷണൽ രംഗങ്ങളായിരിക്കാം. തമിഴ് അതെ സിനിമയെ വെല്ലുന്ന കരച്ചിലും അല്ലേ, അതെ അതിഭാവുകത്വത്തിൻ്റെതായ ഒരുപാട് രംഗങ്ങൾ അവിടെ ഉണ്ടാകാം. സ്വാഭാവികമാണ്. ബന്ധുക്കൾ മരിച്ചുപോയവര് സ്വന്തം കുടുംബത്തിലേക്ക് ഒരു ജോലി അവരുടെ പേരിൽ ഒരു ജോലി വാങ്ങുന്ന സമയത്തുണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ അതിഭീകരമായിട്ട് ഉണ്ടാകാം അവിടെ. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ യേശുദാസ്, ഇന്നലെ നമ്മൾ കണ്ടില്ലേ എക്മോറിലെ ഗവൺമെന്റ് ആശുപത്രിയിലത്തെ രംഗങ്ങൾ നമ്മൾ കണ്ടില്ലേ. വിജയ് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം എക്മോറിലെ കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രി, സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് അദ്ദേഹം നടത്തി കളഞ്ഞു. ഇന്നലെ ചാനലുകളിലൊക്കെ പ്രധാന പടവും വിഷ്വലും ഒക്കെ അതിന്റെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ വന്നത് കണ്ടില്ലേ. അപ്പൊ അവിടെ ഇദ്ദേഹം ഒരു സോഷ്യൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുവഴി എന്തോ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് വന്നു. അതായത് എക്മോർ ആശുപത്രിയിൽ അവിടുത്തെ ജീവനക്കാര് ഈ പ്രസവത്തിന് വരുന്ന സ്ത്രീകളോട്, അമ്മമാരോടും ഒക്കെ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നതായിട്ട് അവിടുത്തെ ഡോക്ടർമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ വാങ്ങിക്കുന്നതായിട്ട് ഒരു പരാതി വന്നു. പരാതി പോർട്ടലിൽ വന്നു. പക്ഷെ ഇതൊന്നും പുറത്തു വന്നില്ല. ആരും അങ്ങനെ അദ്ദേഹം പ്രത്യേകിച്ച് ഓർഡർ ഇടുവോ, അദ്ദേഹം ഞാൻ അങ്ങോട്ട്, നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചാനലുകാരെ വിളിച്ച് പറയുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം നേരിട്ട് അങ്ങ് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടെ പ്രസവിച്ച് കിടക്കുന്നവരും പ്രസവിക്കാൻ കിടക്കുന്നവരായിട്ടുള്ള എല്ലാ അമ്മമാരോടും ഒക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തരം രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നു, എല്ലാം ഓരോരുത്തരുടെയും. പിന്നെ ഈ ആവേശം, തമിഴരുടെ ആവേശമാണല്ലോ. അവരെ ചിലരൊക്കെ ഈ പൊടി കുഞ്ഞുങ്ങളെ, പ്രസവിച്ച് വീണ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വിജയുടെ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് ആ കുട്ടികളെയൊക്കെ ഇങ്ങനെ താലോലിക്കുന്നതായിട്ടുള്ള രംഗങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. വലിയ മാറ്റമാണ്. തമിഴ്നാടിന്റെ എക്മോറിലാണ് സംഭവം എന്ന് ആലോചിച്ച് നോക്കണം. തമിഴരെ വളരെയേറെ സ്വാധീനം. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കില് അവരുടെ പഴയ അണ്ണനെയും അമ്മയെയും, അതായത് MGR-നെയോ അല്ലെ ജയലളിതയുടെയോ കാലത്തുണ്ടായതിനെക്കാട്ടിൽ വലിയൊരു സ്വാധീന ശക്തിയായിട്ട് വിജയ് അവിടെ വളരുന്നെന്നാണ് തോന്നുന്നത്. ചെറിയ കാര്യങ്ങളാണ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ്. പക്ഷെ ചെയ്യുന്ന രീതിക്കൊരു പ്രത്യേകത, അതാണ് വിജയ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ സംഭവമാണ്. ഒരു വലിയ സംഭവമായിട്ട് തമിഴ്നാട്ടിൽ അത് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് കരൂരിന്റെ ഒരു തനിയാവർത്തനം തന്നെയായിട്ട് ഇത്തരം കാര്യങ്ങൾ മാറും. അതേപോലെ തന്നെയാണ് അതിന് 2 ദിവസം മുമ്പുള്ള ഒരു പ്രഖ്യാപനം ഈ ശ്രദ്ധിച്ചില്ലേ. അവിടെ എന്താണ് പറഞ്ഞത്? തമിഴ്നാട്ടിലെ ആളുകള്, എന്റെ നാട്ടുകാര്, എന്റെ അച്ഛനെ, അമ്മ, സഹോദരി, അമ്മ എന്നൊക്കെ പറഞ്ഞാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അവരാരും ഇനി ചൂടാണല്ലോ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂടുള്ള സമയത്താണ്. അവിടെ 40-50 ഡിഗ്രി വരെ ചൂടുകാറ്റ് വരുന്ന സ്ഥലമാണല്ലോ അവിടെ. നമ്മുടെ അത്രയും ഒരു നല്ല കാലാവസ്ഥയല്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലങ്ങളിലും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി അവിടുത്തെ ബസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്താൽ തീരുമാനിച്ചിരിക്കുന്നു. അറിയിച്ചു നോക്കി, തമിഴ്നാട്ടിലെ ബസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചൂടത്ത് പോകണ്ട, അവരാരും അങ്ങനെ ചൂട് സഹിച്ചൊന്നും പോകണ്ട, എല്ലാ ബസ്സുകളും എയർ കണ്ടീഷൻ ചെയ്യാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളുമായിട്ട് അതുപോലെ സാർ, നമ്മൾ ഒരിക്കൽ ഒരു ചർച്ചയിൽ സാറ് നമ്മൾ സംസാരിച്ചാണ്. വിജയ് പറഞ്ഞു ജയിലുകളിൽ ഇങ്ങനെ നോൺ വെജ് ആഹാരം കൊടുക്കുന്നത് നിർത്തണം, അത് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ രീതി ഇവിടെ കേരളം അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു, നോൺ വെജിന്റെ കാര്യം ഒക്കെ നമുക്ക് ആലോചിക്കണം, ജയിലിൽ ഇനി എന്തൊക്കെ ഭക്ഷണക്രമം വേണമെന്ന് ആലോചിക്കണമെന്ന് കേരളം മാതൃകയാക്കാൻ പോവുകയാണ്. പറഞ്ഞില്ലേ, നമുക്കൊരു റോളായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ടില്ലേ, അങ്ങനെ വല്ല കഞ്ഞിയോ ചമ്മന്തിയോ ഒക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്നവന്മാർക്ക്. അവർക്ക് ഈ ആഴ്ച 2 ദിവസം ഇറച്ചി മുട്ടയൊക്കെ കൊടുക്കുന്ന കാര്യം എന്തിനാണ്? ക്രിമിനൽ കേസ് പ്രതികൾക്ക്. ഓരോരോ രാഷ്ട്രീയക്കാര് അവരുടെ സ്വന്തം പ്രതികൾ ജയിലിൽ കിടന്ന സമയത്ത് ഏർപ്പെടുത്തിയ മിനിമം ഇത്. സ്വന്തം വിജയ് തുടങ്ങി വെച്ച അല്ല സാർ, വിജയ് തുടങ്ങി വെച്ച ആ രീതി കേരളം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോളൂ സാർ. വലിയ മാറ്റം വരും. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല അയ്യപ്പദാസ്, നമ്മൾ കാണാത്ത ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം തമിഴ്നാട്ടിൽ കൊണ്ടുവരികയാണ്. നമ്മൾ ഇന്നിപ്പോ കരൂർ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ജോലി കൊടുക്കുന്നതിന് പുറമെ വേറെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരുന്നു, അങ്ങനെ എന്തെങ്കിലും അറിയാമോ? സാമ്പത്തിക സഹായം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചായിരുന്നല്ലോ അയ്യപ്പദാസ്. ഇവർക്കുള്ള സാമ്പത്തിക സഹായം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് 41 കുടുംബങ്ങൾക്കും ഉള്ളത്. അതിന് പുറമെയാണ് ഇപ്പൊ ജോലി വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കും അദ്ദേഹം. ഒരു പക്ഷെങ്കില് ആ കുടുംബങ്ങളില് മറ്റെന്തെങ്കിലുമൊക്കെ അവർ ആവശ്യപ്പെടുകയാണെങ്കിലും കൊടുക്കാൻ. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓടി വന്ന അമ്മമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പറഞ്ഞില്ല, ഒരുപാട് സ്ത്രീകളും ഒക്കെ, കാരണം അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോഴേ അത് പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതും കൊടുക്കും. ആവശ്യപ്പെടുന്നത് കൊടുക്കും. ആവശ്യപ്പെടുന്നത് വലിയ ആവശ്യങ്ങളായിരിക്കത്തില്ല. അവരെന്താവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. ഇപ്പൊ വീട്, മറ്റ് സഹായങ്ങളില്ലാത്തവര്, അല്ലെങ്കിൽ തന്നെ റേഷന്റെ കാര്യങ്ങൾ. ഇപ്പൊ റേഷന്റെ കാര്യത്തിൽ തന്നെ പക്ക ഇത് കണ്ടില്ലേ, പണ്ടത്തെ തമിഴ്നാട്ടിലെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടക്കത്തില്ല. കൃത്യമായിട്ട് റേഷൻ സാധനങ്ങൾ തൂക്കി പാക്കറ്റുകളിലാക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പറഞ്ഞില്ലേ, അത്തരം പഴയ ഏർപ്പാടുകള് DMK ADMKയുടെ കാലത്ത്, പണ്ടത്തെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു തട്ടിപ്പും അദ്ദേഹം അനുവദിക്കുന്നില്ല. കൃത്യമായിട്ട് റേഷൻ എത്ര അളവിലാണോ അത് അവർക്ക് കിട്ടിയിരിക്കണമെന്നാണ്. അതിനുള്ള സിസ്റ്റം ഏർപ്പെടുത്തി കഴിഞ്ഞ തമിഴ്നാട്ടില്. അത് വന്നു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലെ ഓരോ റേഷൻ കടകളിലും. സാർ, പഴയതുപോലെ അപ്പോ അവിടുത്തെ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ സംസാരിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. സാർ, ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ വിജയുടെ പാർട്ടിക്ക് എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടാകും? നമ്മൾ അതിലേക്ക് എത്താറായിട്ടില്ല യുവദാസ്. ഇപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെയൊക്കെ ഇപ്പൊ അദ്ദേഹം ഈ ഭരണത്തിലേറെ മിനിമം സമയമായിട്ടുള്ളൂ. ഈ മിനിമം സമയത്തിനിടയിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ ഇപ്പൊ എടുത്തു പറയാൻ ഒരു 5-10 നേട്ടങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇതിനകത്തില്. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയാം. ഇപ്പൊ അഴിമതി, കോൺട്രാക്ട്, സർക്കാർ കരാറുകളിലെല്ലാം റദ്ദാക്കിയല്ലോ. ഇനിയിപ്പോൾ വളരെ സുതാര്യമായ കോൺട്രാക്ടുകളെ ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് ഈ ഇവിടുത്തെ കോൺട്രാക്ടിനകത്ത് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 25% രാഷ്ട്രീയക്കാർ അടിച്ചുകൊണ്ട് പോയി. 25-30% വരെ DMK ADMK നേതാക്കന്മാർ കൊണ്ടുപോയി. അതാണ് ഈ നഷ്ടം വന്നെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ലോസ് ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഫസ്റ്റ് റിഫ്ലക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ തൃശ്ശിനാപ്പള്ളി തെരഞ്ഞെടുപ്പാണ്. തൃശ്ശിനാപ്പള്ളി ഈസ്റ്റിൽ അദ്ദേഹം മാറിയ, അദ്ദേഹം രണ്ടിടത്താണല്ലോ മത്സരിച്ചത്. അവിടെ വരാൻ പോകുന്ന ബൈ ഇലക്ഷൻ, അസംബ്ലി ബൈ ഇലക്ഷനിലാണ് ഇതിന്റെ ടെസ്റ്റ് ഡോസ് ആയിട്ട് മാറാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഇലക്ഷനിൽ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത് കൊണ്ട് പെരമ്പൂരെ നിലനിർത്തിയുള്ളൂ. അപ്പൊ അവിടെ സ്റ്റാലിൻ ഇപ്പൊ തോറ്റുപോയല്ലോ. അവരുടെ DMKയുടെ പരമാധികാരി എല്ലാമായ സ്റ്റാലിൻ അവിടെ തോറ്റു നിൽക്കുകയാണ്. ഒരു പക്ഷേ സ്റ്റാലിൻ ആരേക്ക് മത്സരിക്കുമെന്നാണ് പറയുന്നത്. സ്റ്റാലിന് കൊടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് DMKക്ക് സ്വാധീനമുള്ള മണ്ഡലമാണത്. അവിടെ ആയിരിക്കും വിജയ് ആരെ നിർത്തും, ആരെയാണ് വിജയ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സാധ്യത എന്താണ്? അവിടെ സ്റ്റാലിനെ പോലെ ഒരു എതിരാളിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിജയ്ക്ക് കിട്ടാവുന്ന, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 20,000 റൗണ്ടിൽ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. അതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് മാറും. ഇപ്പൊ ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ വിജയ് നേരിടാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷണം ഈ തൃശ്ശിനാപ്പള്ളിയിൽ വരാൻ പോകുന്ന ബൈ ഇലക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞാലും ഈ സർക്കാരിന് എത്ര നാളത്തെ ആയുസൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ? അതുകൂടെ പറഞ്ഞ് നമുക്ക് സംസാരം ഇപ്പം ഭീഷണിയൊന്നുമില്ല. ഇപ്പൊ അവർക്ക് നിലവിൽ ഭീഷണിയുണ്ടെങ്കിൽ ഈ മാതിരി ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിൽ തമിഴൻ 2 കൈയും സ്വീകരിക്കത്തില്ലേ? ഇപ്പൊ MGRനെ പോലുള്ള ആളിനെ എന്തുകൊണ്ടാണ് അവർ സ്വീകരിച്ചത്? MGR പോലെ അഴിമതിരഹിതമായ ഭരണം തമിഴ് മക്കൾക്ക് വേണ്ടിയാണ്, അല്ലേ? തമിഴ് എന്റെ രക്തത്തിൽ പിറന്ന തമിഴ് മക്കളെ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആരാധനാ മനോഭാവം, ഞാനതാ പറഞ്ഞത്, ഒരു പക്ഷെങ്കിൽ MGRനെയോ ജയലളിതയോ കവച്ചു വെക്കുന്ന, അവരെ പോലും മറികടക്കുന്ന പ്രഭാവമാണ് അദ്ദേഹം തമിഴ്നാട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമാ കൾച്ചറാണ് അതിനെ നിൽക്കുന്നത്. ഇനിയിപ്പോ ജനനായകൻ റിലീസ് ചെയ്യുന്നുണ്ട്, റിലീസ് ആയി കഴിഞ്ഞു കേട്ടോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ 7 മാസത്തെ കോടതി വ്യവഹാരത്തിന് ശേഷം അതും റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സിനിമ വലിയ തർക്കത്തിലൊക്കെ ആയിരുന്നല്ലോ. ഇതിനകത്തിലെ ചില കമ്മ്യൂണൽ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ സിനിമ. അത് റിലീസിന് അനുമതി ആയിരിക്കുന്നു. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി എവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ വയ്യ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഏതായാലും വിജയ് തമിഴ്നാട് മാറുന്നു, വിജയ് തമിഴ്നാട്ടിനെ മാറ്റുന്നു, അല്ല സാർ? അങ്ങനെ തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും മാറ്റിമറിക്കും. ഒരു പക്ഷെങ്കിൽ MGRന് സാധിക്കാത്തത്, MGRനും ജയലളിതയ്ക്കും സാധിക്കാത്തത് വിജയ് സാധിച്ചെടുക്കുന്നു എന്നാണ് ഈ ആദ്യത്തെ ഘട്ടങ്ങളിലെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ, ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. നന്ദി. താങ്ക് യു സാർ.